നിമിഷപ്രിയയുടെ കുടുംബം മോചനത്തിന് സഹായിക്കുന്ന മനുഷ്യാവകാശ പ്രവർത്തകർ 24-നൊപ്പം തത്സമയം ചേരുകയാണ്. യമനിൽ നിന്ന് നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി, ഒപ്പം തന്നെ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി, മനുഷ്യാവകാശ പ്രവർത്തകൻ സാമുവൽ ജെറോം, WWF മിഡിൽ ഈസ്റ്റ് മീഡിയ കോർഡിനേറ്റർ റോജി മുക്കൻ എന്നിവരൊക്കെ നമ്മളുമായി സംസാരിക്കും. ആ മോചനത്തിൻ്റെ സാധ്യതകൾ ഇപ്പോൾ ഏത് ഘട്ടത്തിലാണ്, എന്തൊക്കെ പ്രതിസന്ധികളാണ് മോചനവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അവർ നേരിടുന്നത് എന്ന കാര്യം അവർ വളരെ വിശദമായി അതുമായി ബന്ധപ്പെട്ട് നടക്കുന്ന നടപടികൾ എങ്ങനെയാണ് എന്നുള്ള കാര്യം വിശദീകരിക്കും. ആദ്യം നിമിഷപ്രിയയുടെ മാതാവിലേക്കാണ്, പ്രേമകുമാരിയിലേക്കാണ്. പ്രേമകുമാരി, നിങ്ങളൊക്കെ വളരെ സജീവമായി വലിയ പ്രതീക്ഷയോടുകൂടി ഈ മോചനത്തിന് വേണ്ടിയുള്ള നടപടികളുമായി മുന്നോട്ട് പോവുകയാണ്. അതിനിടയിൽ കഴിഞ്ഞ ദിവസം കേട്ട ഒരു കാര്യം, അത് ഈ യമൻ പ്രസിഡന്റ് വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളായിരുന്നു. അതൊരു അഭ്യൂഹം എന്നുള്ള നിലയിൽ കണ്ടാൽ മതി. കാരണം അത് ഇന്ത്യയിലെ യമൻ എംബസി അടക്കം അക്കാര്യം തള്ളിക്കൊണ്ടുള്ള പ്രതികരണം പിന്നീട് നടത്തുന്നത് നമ്മൾ കണ്ടു. എന്താണിപ്പോൾ മോചനവുമായി ബന്ധപ്പെട്ട് അതിന് ഏറ്റവും ഒടുവിലായുള്ള നടപടിക്രമങ്ങൾ എങ്ങനെയാണ്? പ്രതീക്ഷയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന നിലയിലാണോ ഇപ്പോൾ കാര്യങ്ങളുള്ളത്? പ്രേമകുമാരി. അവളെ രക്ഷപ്പെടുത്താൻ വേണ്ടി എല്ലാ പരിശ്രമങ്ങളും സാറ്, എംബസി ഉദ്യോഗസ്ഥര്, വക്കീല്, സൗദി എംബസി ഉദ്യോഗസ്ഥര് എല്ലാവരും തന്നെ രാവും പകലുമായിട്ട് കഷ്ടപ്പെടുന്നുണ്ട്. പ്രേമകുമാരി, എന്താണ് നമ്മൾ ഈ മോചന നടപടിയുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് അതിൻ്റെ നീക്കങ്ങളൊക്കെ നടത്തുന്നുണ്ട്, അതൊക്കെ നമുക്കറിയാം. എന്താണ് അതിൻ്റെ ഏറ്റവും ഒടുവിലായി കിട്ടിയിരിക്കുന്ന അറിയിപ്പ്? ഇങ്ങനെ മുന്നോട്ട് പോകുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സങ്ങളുണ്ടോ? കാരണം ഇതൊരു ഹൂത്തി മേഖലയാണ്, അവരുടെ നിയന്ത്രണത്തിലാണ് കാര്യങ്ങളുള്ളത്, അവരാണ് അതിൻ്റെ നിയമ നടപടികൾ ഇപ്പോൾ കൈകാര്യം ചെയ്യുന്നതെന്നൊക്കെ നേരത്തെ കേട്ടിരുന്നു. Your audio is not clear. We cannot get your audio clearly. ഓക്കെ. ഈ നമുക്ക് ഇപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ചെറിയൊരു സാങ്കേതിക തടസ്സമുണ്ട് മാതാവ് പ്രേമകുമാരിയിലേക്ക് എത്തുന്നതിന്. അത് പരിഹരിച്ചതിന് ശേഷം ഉറപ്പായും പ്രേമകുമാരിയിലേക്ക് നമുക്ക് എത്തണം. പ്രേമകുമാരിയുടെ പ്രതികരണമാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അവരാണ് ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള അതിൻ്റെ നടപടികൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി അവരിപ്പോൾ അവിടെ യമനിൽ തുടരുകയാണ്. അവർക്ക് നിയമസഹായം നൽകാൻ വേണ്ടി ഒരുപാട് പേർ അവരോടൊപ്പമുണ്ട്. അവരുടെയൊക്കെ പ്രതികരണത്തിലേക്ക് നമുക്ക് പോകാം. ഇപ്പോൾ നിമിഷപ്രിയയുടെ ഭർത്താവ് ടോമി നമുക്കൊപ്പം ചേരുന്നുണ്ട്. അതിൻ്റെ നടപടികൾ ഏത് തരത്തിലാണ്, ഏത് ഘട്ടത്തിലാണ് എത്തി നിൽക്കുന്നത് എന്നുള്ള കാര്യം ടോമി വിശദീകരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ടോമി, എന്താണ് ഇപ്പോൾ ഈ മോചനവുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിൽ നേരിടുന്ന വെല്ലുവിളി? ഇപ്പോഴാ മോചനത്തിൻ്റെ നടപടികൾ ഏത് ഘട്ടത്തിലാണ് ടോമി? സാറേ നമസ്കാരം. മോചനത്തിൻ്റെ ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് 30-ാം തീയതി കിട്ടിയൊരു വിവരമുണ്ടല്ലോ, അത് വളരെയധികം വേദനാജനകമായ ഒരു വിവരങ്ങളാണ് കിട്ടിയത്. പക്ഷേ അതിനു മുമ്പ് തന്നെ സന്തോഷമായിരുന്നൊരു സാഹചര്യത്തിലൂടെയാണ് പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യം നമുക്ക് അനുഭവിക്കേണ്ടതായി വന്നത്. പക്ഷേ അതിനുശേഷം നമ്മൾ എല്ലാവരും, നമ്മുടെ ഇൻ്റർനാഷണൽ ആക്ഷൻ കൗൺസിലിലെ ഭാരവാഹിത്വമുള്ളവരും അതുപോലെ തന്നെ കേന്ദ്ര ഗവൺമെൻറ്റും നമുക്ക് ഇതിനകത്ത് ഇടപെടുന്ന ഒരുപാട് ആളുകൾ അതിശക്തമായിട്ട് ഇതിനകത്ത് നിലനിന്നിട്ടുണ്ട്. കാരണം അഡീഷണലായിട്ട് നമ്മൾ കാണേണ്ട ആൾക്കാരെ നമ്മൾ കണ്ടിട്ടുണ്ട്, നേരത്തെ കണ്ടവരുമുണ്ട്. എല്ലാവരും കൂടി ഒത്തൊരുമയോട് കൂടി ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് പവർഫുള്ളായിട്ട് വന്നിട്ടുണ്ട്. അത് വരണമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും അത് അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായി. 2 ദിവസം കഴിഞ്ഞപ്പോൾ ഒരു കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിദേശ മന്ത്രാലയമായിട്ടൊക്കെ ഒരു മീറ്റിംഗ് കൂടിയ ആൾക്കാരൊക്കെ നമുക്കറിയാം. പക്ഷേ അതിൻ്റെ ഒരു പ്രതിഫലനം ഓൾറെഡി ഉണ്ട്. പിന്നെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായിട്ട് ഇതിനകത്ത് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഞങ്ങളുടെ ഒരു പോസിറ്റീവ് ആയിട്ട് ഞങ്ങൾ കാണുന്നു. അതിൻ്റെ ഒരു പുരോഗതി ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതോടൊപ്പം തന്നെ സനയിൽ നിന്നും വേണ്ടുന്ന കാര്യങ്ങളൊക്കെ അവിടെ വേണ്ടുന്ന കാര്യത്തിനൊക്കെ ഒരു സ്പീഡപ്പ് തുടങ്ങിയിട്ടുണ്ട്, അറിയുന്നുണ്ട്, കാര്യങ്ങൾ ഭംഗിയായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇത് അങ്ങനെ തന്നെ മുന്നോട്ട് പോകുക എന്നൊരു ആഗ്രഹത്തോടുകൂടിയൊക്കെ ഞങ്ങൾ കുറേ വർഷങ്ങളായി ഇങ്ങനൊരു ദുഃഖ സാഹചര്യത്തിൽ ജീവിക്കുന്നു. വൈഫ്, കുഞ്ഞ്, ഞാൻ, അമ്മ. ഒരുപാട് കടവും ബാധ്യതയും, അത് വേറൊരു വശം. അത് അവിടെ കിടക്കട്ടെ. സത്യങ്ങളൊക്കെ പിന്നെ അറിഞ്ഞാൽ മതി, ജനങ്ങൾ പതിയൊന്നും അറിയണ്ട. കാരണം അത് പിന്നീട് അറിഞ്ഞോളൂ. എന്തായാലും കാര്യങ്ങൾ ഭംഗിയായിട്ട് പോകുന്നുണ്ട്. നിമിഷപ്രിയ എത്രയും പെട്ടെന്ന് രക്ഷിച്ചുകൊണ്ട് വരാനുള്ള ആ ഒരു നല്ലൊരു സഹകരണം എല്ലാവരുടെയും ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് അതിശക്തമായിട്ട് തന്നെ വേണം. കാരണം കഴിഞ്ഞ 30-ാം തീയതി സംസാരിച്ച ന്യൂസിൽ വന്ന ആ വിവരം വളരെയധികം വേദനാജനകമായി.
അത് എല്ലാവർക്കും അതെ, ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നവരുണ്ട്, സഹകരിക്കുന്നവരുണ്ട്, സ്നേഹിക്കുന്നവരുണ്ട്. അത് ജാതിയോ മതമോ പാർട്ടിയോ ഒന്നുമല്ല, എല്ലായിടത്തും അതുണ്ട്. അത് അറിയേണ്ടവർ അറിയുന്നുണ്ട്, അത് തന്നെയാണ് സത്യം. എല്ലാവരെയും സഹകരണം എത്രയും പെട്ടെന്ന് നല്ലൊരു തീരുമാനമെടുത്ത്, അതായത് നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് അതിശക്തമായിട്ട് തന്നെ എൻ്റെ ഇടപെടണം. അത് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അത് മുന്നോട്ട് തന്നെ പോവുക. മറ്റുള്ള ഇതിലിപ്പോൾ ഈ യമൻ പ്രസിഡന്റ് ഈ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകി എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ തെറ്റാണ് എന്ന് ഇന്ത്യയിലെ യമൻ എംബസി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. അത് വലിയ പ്രതീക്ഷ നൽകുന്ന കാര്യം തന്നെയാണ്. പക്ഷേ അതൊരു ഹൂത്തി മേഖലയാണ്, അവിടെയുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കുന്നത് അവരാണ്, അവിടുത്തെ സുപ്രീം ലീഡറാണ് എന്ന തരത്തിലൊക്കെയുള്ള വിവരങ്ങളുണ്ട്. അതിൻ്റെ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്, അതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ അവരുടെ നിയന്ത്രണത്തിലാണെന്നൊക്കെ നമ്മൾ പുറത്ത് കേൾക്കുന്ന കാര്യങ്ങളാണ്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അത് ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? നമുക്ക് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്. ഓൾറെഡി യമനിലെ സന എന്ന് പറയുന്ന സ്ഥലം ഹൂത്തികളുടെ ഏരിയ തന്നെയാണ്. ഞങ്ങളൊക്കെ അവിടെ കുറേ വർഷം ഉണ്ടായിരുന്നല്ലോ. ഇപ്പോൾ യുദ്ധത്തിന് മുമ്പ് ഞങ്ങൾക്ക് പോകുന്നില്ലേ ഉള്ളൂ. പക്ഷേ ഓൾറെഡി എന്തായാലും യമനിലെ സന എന്ന ഭാഗം ഹൂത്തികളുടെ മേഖല തന്നെയാണ്. ശകലം റിസ്ക് തന്നെയാണ്. ഞങ്ങളുടെ ക്ലിനിക്കും ആ ഒരു മേഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്. വൈഫ് കിടക്കുന്ന ജയിലും യമൻ ഹൂത്തികളുടെ മേഖല തന്നെയാണ്. സനയുടെ അടുത്ത് തന്നെയാണ്. എനിക്കറിയാം, ജയിലൊക്കെ അറിയുന്നതാണ്. ഞാനൊക്കെ അവിടെ അടുത്ത് തന്നെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. ഓക്കെ, എന്തായാലും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഇപ്പോൾ നിലവിൽ ഹൂത്തികളുടെ മേഖല ആയതുകൊണ്ട് അവരുടെ ഒരു ഭാഗം ഒരു ക്ലിയർ ആക്കേണ്ട ഒരു ബാധ്യത എല്ലാവർക്കും ഉണ്ട്. കാരണം വെച്ചാൽ അവിടെ അങ്ങനെയാണ്, അറിയാമല്ലോ, ഇപ്പോൾ ന്യൂസിലൊക്കെ കാണാമല്ലോ. അപ്പോൾ അതിന് കുറച്ച് റിസ്ക് ഉണ്ട്. അതിൻ്റെ ഒരു പരിഹാരം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് സഹായമൊക്കെ അതിശക്തമായിട്ട് തന്നെ വേണം. അങ്ങനത്തെ ഒരു മേഖല ആയതുകൊണ്ട് അതിനുവേണ്ടി സാമൂൽ ജെറോം സാർ അവിടെ ഒന്ന്, അമ്മ, ഇവരെല്ലാവരും അതിൻ്റെ അകത്ത് നിൽക്കുന്നു. നമ്മുടെ എംബസിയിലെ ആൾക്കാർ, നമ്മുടെ അഡ്വക്കേറ്റ് ഒരാൾ, അവരൊക്കെ നല്ല ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ട്. നമ്മളിവിടെ ഇരിക്കുന്നവർക്കൊന്നും അത് അറിയുന്നില്ല എന്നല്ല, അറിയേണ്ടവർ അറിയുന്നുണ്ട്. പക്ഷേ പൊതുവായിട്ട് ആൾക്കാർക്ക് അറിയില്ല. റിസ്ക് ഉണ്ട്. ആ റിസ്ക് എനിക്കൊക്കെ ദൈവം സഹായിച്ച് അതൊക്കെ അറിയാവുന്നതുകൊണ്ടാണ് ഞാനൊക്കെ അതിൽ അങ്ങനെ ഒരു വാക്കുകൂടി പറയണത്. മറ്റുള്ളവർക്ക് ആ രാജ്യത്തെപ്പറ്റി അറിയാത്തവർക്കും അവിടെ യുദ്ധമാണ് എംബസിയിലെ ഗവൺമെൻറ്റിലെല്ലാം ഒന്നും മേലാത്ത അവസ്ഥയിൽ നമ്മുടെ ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്നും മറ്റുള്ള ഭാഗത്തുനിന്നൊക്കെ യുദ്ധങ്ങൾ വരുമ്പോൾ, ബോംബുകൾ വരുമ്പോൾ ഒക്കെ ഉണ്ടാകുന്ന സ്റ്റക്കിങ്ങും അതിൻ്റെ ടെൻഷനും പ്രയാസങ്ങളൊക്കെ ഒരുപാടുണ്ട്. എന്തായാലും ശരി ടോമി, തുടരി. ഇപ്പോൾ ഞാൻ നിമിഷപ്രിയയുടെ അമ്മയുമായുള്ള നേരത്തെ ഒരു സാങ്കേതിക തടസ്സമുണ്ടായിരുന്നു, അത് ഇപ്പോൾ പരിഹരിച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നിമിഷപ്രിയയുടെ മാതാവ് പ്രേമകുമാരി നമുക്കൊപ്പം ചേരുകയാണ്. അമ്മ, കുറേ കാലമായി നിങ്ങളൊക്കെ അതിന് പിന്നാലെ വലിയ ശ്രമമാണ്, മോചനത്തിന് വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നുണ്ട്. ഒരുപാട് പേരുടെ സഹായം കിട്ടുന്നുണ്ട്. നിയമസഹായ സമിതിയുണ്ട്, അതുപോലെ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് സഹായം കിട്ടുന്നുണ്ട്. പ്രതിസന്ധികളൊക്കെ ഉണ്ട്, പക്ഷേ അതൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നുണ്ട്. വളരെ പോസിറ്റീവായി തന്നെ, പ്രതീക്ഷ നൽകുന്ന തരത്തിൽ തന്നെ കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. എന്താണ് അമ്മ ഇപ്പോൾ കുറേ ആയി അവിടെ തുടരുന്നതാണ്, പ്രതീക്ഷയുണ്ട്. എല്ലാവരുമായി സംസാരിക്കുമ്പോൾ, ഈ നിയമവിദഗ്ധരും ഒക്കെയായി സംസാരിക്കുമ്പോൾ പ്രതീക്ഷയുണ്ട്, ഒരുപാട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നാണോ അമ്മ? തീർച്ചയായും എല്ലാവരും കൂടി എന്റെ മോളെ രക്ഷിച്ചു തരുമെന്നാണ് ഞാൻ ഉറച്ചിരിക്കുന്നത്. അമ്മ, ഈ അതിനിടയിൽ നിമിഷപ്രിയെ കാണാനുള്ളൊരു ശ്രമമൊക്കെ നടത്തിയിരുന്നല്ലോ അല്ലേ? കാണാൻ 2 വട്ടം പോയി, ഇനിയും കാണാൻ പോകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അന്ന് വിശദമായി സംസാരിക്കാനൊക്കെ അനുവദിച്ചിരുന്നോ? അനുവദിച്ചു. എനിക്ക് കാണാൻ പോണേന് തടസ്സമില്ല. നിമിഷപ്രിയ എന്താണ് പറഞ്ഞത്? അമ്മയോട് എന്താണ് പറഞ്ഞത്? അമ്മ കേൾക്കാമോ? Yeah, we can. Yeah, there was an audio snap, but then now we can listen. ഓക്കെ, സാമുൽ ജോൺ, ഈ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികളാണല്ലോ ഏറ്റവും പ്രധാനം. നമ്മൾ ഈ വളരെ പ്രതീക്ഷയോടുകൂടി തന്നെ കാര്യങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. അതിനിടയിലാണ് ഇങ്ങനെ ഒരു വാർത്തയൊക്കെ പറയുന്നത്. ഈ യമൻ പ്രസിഡന്റ് ഈ വധശിക്ഷയ്ക്ക് അംഗീകാരം നൽകിയ തരത്തിലുള്ള വാർത്തയൊക്കെ പരക്കുന്നു. പക്ഷേ അതൊക്കെ ഇന്ത്യയിലെ യമൻ എംബസി തന്നെ തള്ളിയിട്ടുണ്ട്. എന്താണ് ഇനിയൊരു തടസ്സം എന്നുള്ള നിലയിൽ നിൽക്കുന്നത്? കാരണം ഇത് ആ ഹൂത്തി മേഖലയാണ്. അവിടെ ഉള്ള ആളുകളുമായി സംസാരിക്കാൻ, അവിടെയുള്ള നേതൃത്വവുമായി സംസാരിക്കാൻ നിലവിൽ യമനിലെ ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കേന്ദ്ര സർക്കാരിൻ്റെയൊക്കെ ഇടപെടൽ അതിന് സഹായകമാകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിൻ്റെ ഒരു അപ്ഡേറ്റ് എന്താണ് സാമുൽ? Sorry, can you come again? I could not hear anything. Your audio was completely broken. Can you please come again, please?
ഓക്കെ, തീർച്ചയായും നമുക്ക് സാമുവൽ ജെറോമിലേക്ക് വരാം. സാമുവൽ ജെറോം അവർ യമനിൽ നിന്നാണ് സംസാരിക്കുന്നത്, അതുകൊണ്ട് തന്നെ സാങ്കേതികമായ ചെറിയ ചില തടസ്സങ്ങളുണ്ടാകും. സൂമിലൂടെയാണ് സംസാരിക്കുന്നത്. അത് പരിഹരിച്ചതിന് ശേഷം സാമുവൽ ജെറോമിലേക്ക് വീണ്ടും എത്താം എന്നാണ് നമ്മൾ കരുതുന്നത്. അതുപോലെ നിമിഷപ്രിയയുടെ അമ്മയോട് വീണ്ടും സംസാരിക്കാൻ കഴിയുമോ, അതിനുള്ള സാങ്കേതിക സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം പരിശോധിക്കാവുന്നതാണ്.